നേരത്തെ കൊച്ചിയിൽ മറ്റൊരു അക്രമ സംഭവം കൂടെ കണ്ടിരുന്നു. അതൊരു ജ്യൂസ് കടയിൽ കത്തികാട്ടിയുള്ള ഒരു ഭീഷണിപ്പെടുത്തലായിരുന്നു. നേരത്തെയും ഇത്തരം കേസുകളിലൊക്കെ പെട്ടിട്ടുള്ള രണ്ടുപേരാണ്. അവരെ പോലീസ് പിടികൂടുകയും ചെയ്തിട്ടുണ്ട്. വളഞ്ഞമ്പലത്ത് പ്രവർത്തിക്കുന്ന കടയിലാണ് ഈ ഒരു അതിക്രമം. ഇതാണ് അതിൻ്റെ CCTV ദൃശ്യങ്ങൾ. ആ ജ്യൂസ് കട ഉടമയുടെ സുഹൃത്തിൻ്റെ കഴുത്തിന് കത്തി കാട്ടിക്കൊണ്ട് ഭീഷണിപ്പെടുത്തുകയാണ് ചെയ്തത്. അവിടെ കുറച്ച് നാശനഷ്ടങ്ങൾ വരുത്തുകയും ചെയ്തിരുന്നു. ആ കടയിൽ നിന്നും സ്നേഹമോൾ നയനാൻ ചേരുന്നുണ്ട്. സ്നേഹ, നേരത്തെയും ഇതുപോലെ ഇത്തരം അനുഭവങ്ങൾ ഇയാളിൽ നിന്നുണ്ടായിട്ടുണ്ടോ? എന്താണ് അവർക്ക് പറയാനുള്ളത്? ദിവിഷ്, ഞായറാഴ്ച വൈകുന്നേരമാണ് ഈ സംഭവം നടക്കുന്നത്. വളഞ്ഞമ്പലത്ത്, അതായത് ഈ ടൗണിന് ഒത്ത നടുക്കുള്ള ഒരു കടയാണ്. 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഒരു ജ്യൂസ് കട, ജ്യൂസ് മാഫി എന്ന പേരുള്ള ജ്യൂസ് കടയിലാണ് ഈ ഒരു സംഭവം നടക്കുന്നത്. അപ്പോൾ ആലപ്പുഴ സ്വദേശികളായ സച്ചിൻ, ബിച്ചു എന്നിവരാണ് പിടിയിലായിട്ടുള്ളത്. ഇവരാണ് വൈകുന്നേരത്തോടു കൂടി തന്നെ ഈ കടയിലെത്തി ഇത്തരത്തിലുള്ള അതിക്രമം കാണിച്ചിരിക്കുന്നത്. മുമ്പും ഇവർ ഈ കടയിലെത്തിയത് കൊണ്ട് അസ്വാഭാവികമായി ഒന്നും തന്നെ ഇവർക്ക് തോന്നിയിരുന്നില്ല. അപ്പോൾ ഇവർ ഉള്ളിൽ കയറി ആദ്യം കയ്യിൽ കരുതിയിരുന്ന കത്തി എടുത്ത് ആ മേശയിൽ കുത്തുകയായിരുന്നു. യാതൊരു പ്രകോപനവും ഇല്ലാതെയാണ് ഇവർ ഇത്തരത്തിൽ ചെയ്തത്. അതിനുശേഷം ഇവിടെ എത്തി, ഇവിടെ കടയിലുണ്ടായിരുന്ന, ഇവിടെ ജോലി ചെയ്യുന്ന ഒരു യുവാവിൻ്റെ അടുത്ത് വന്ന് കത്തി കാണിച്ച് ഭീഷണിപ്പെടുത്തുകയും മറ്റുമുണ്ടായി. പിന്നീട് ഉടമയിലേക്ക് തിരിഞ്ഞു. അതിനുശേഷം കടയിലുണ്ടായിരുന്ന ഈ പലഹാര പാത്രങ്ങളൊക്കെ ഇട്ടുവെക്കുന്ന ഇത്തരത്തിലുള്ള ഭരണിയിൽ ഇവർ എറിഞ്ഞുടക്കുകയും ചെയ്തിരുന്നു. ഈ ഡിസ്പ്ലേക്കടക്കം കേടുപാടുകളൊക്കെ സംഭവിച്ചിട്ടുണ്ട്. കടയിലുണ്ടായിരുന്ന മേശയും കസേരയും ഒക്കെ തകർക്കുകയും ഇവർ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഒരു അരമണിക്കൂറോളം ഇവർ ഇത്തരത്തിലൊരു സംഘർഷാവസ്ഥ ഇവിടെ സൃഷ്ടിച്ചതിന് ശേഷം ഇവരെത്തി ഇരുചക്ര വാഹനത്തിൽ ഇവർ കടന്നു കളയുകയായിരുന്നു. അപ്പോൾ ഇവരോട് തന്നെ ചോദിച്ചു നോക്കാം. കടയിലെ ഒരു ഉടമയാണ്. 2 യുവാക്കൾ ചേർന്നാണ് ഈ കട നടത്തുന്നതെന്ന്. യാതൊരു പ്രകോപനവും ഇല്ലായിരുന്നോ? എന്തായിരുന്നു അതിന് സംഭവം? 2 പേര് സ്കൂട്ടിയിൽ വരുന്നു, ഇറങ്ങുന്നു. ഫ്രണ്ടിൽ എൻ്റെ പാർട്ണറും കൂട്ടുകാരും ഇരിക്കുമായിരുന്നു. അവിടെ നേരെ കൊണ്ട് മേശപ്പുറത്ത് കത്തിയെടുത്ത് ഇങ്ങനെ കുത്തി. പിന്നെ അവിടെ കുറച്ച് നേരം ഇരുന്നിട്ട് ചുമ്മാ ഇരുന്ന് ഇങ്ങനെ എന്തൊക്കെ കാണിച്ച്, അത് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞിട്ട് എൻ്റെ വേറൊരു കൂട്ടുകാരൻ അവനെ നോക്കിയെന്ന് പറഞ്ഞ് അവനെ കുത്താൻ വേണ്ടി കത്തിയെടുത്ത് ഇതിനിടയിലോട്ട് കൊണ്ടുപോയി. നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഒന്നും ചെയ്യാതെയാണ് ഇവർ ഇത്തരത്തിലൊരു പ്രവൃത്തിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. അപ്പോൾ അസ്വാഭാവികമായി എന്തെങ്കിലും തോന്നിയോ? അങ്ങനെ എന്തെങ്കിലും ലഹരി അവരെന്തോ ഉപയോഗിച്ചിട്ടിരുന്നു എന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു. യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. മയക്കുമരുന്നോ മദ്യം എന്താണെന്നറിയില്ല. വിചിത്രമായിരുന്നു പെരുമാറ്റം. അവിടെ ഇരിക്കലും വിചിത്രമായിരുന്നു. CCTV ദൃശ്യങ്ങൾ ഉള്ളത് കൊണ്ട് പോലീസിൽ പരാതിപ്പെടാൻ പറ്റി. അവർ ഓൾറെഡി ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. ഇപ്പം പോയ ഉടനെ 5 മിനിറ്റ് ആയില്ല. അതിന് മുമ്പ് തന്നെ ഓൾറെഡി എന്തോ ഇൻഫർമേഷൻ കിട്ടിയിട്ട് അവർ വന്നിട്ടുണ്ടായിരുന്നു. വേറെ എവിടെ കത്തി കാണിച്ചെന്നുള്ള രീതിയിൽ ഇവിടെ വന്ന് അന്വേഷിച്ചു. CCTV ക്യാമറ അവർ തന്നെ എടുത്തിട്ട് പോയി. നമ്മുടെ അടുത്ത് കംപ്ലയിൻറ്റ് കൊടുക്കാനും പറഞ്ഞു. അങ്ങനെ ആ സെൻട്രൽ സ്റ്റേഷനിൽ പോയി കംപ്ലയിൻറ്റ് കൊടുത്തു. അപ്പോൾ ഈ നേരത്തെ പറഞ്ഞ പോലെ പോലീസ് ഇവിടെ എത്തിയൊരു സാഹചര്യം വന്നത്, ഇതിന് തൊട്ടപ്പുറത്ത് തന്നെ ഈ പ്രദേശത്ത് തന്നെയുള്ള ഒരു കടയിലും ഇവർ ചെന്നു. കത്തി കാണിച്ച് ഭീഷണിപ്പെടുത്തി പണം തരണമെന്ന് ആവശ്യപ്പെട്ടു. അപ്പോൾ ഈ ഒരു പരാതി പോലീസിന് ലഭിച്ചു. അങ്ങനെയാണ് സെൻട്രൽ പോലീസ് സ്റ്റേഷനിലെ 2 ഉദ്യോഗസ്ഥർ ഈ സ്ഥലത്തെത്തിയപ്പോഴാണ് ഇങ്ങനെ ഒരു സംഭവം അവരുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. ഉടൻ തന്നെ പരാതി എഴുതി നൽകുകയുമായിരുന്നു. ഇരുവരും ആലപ്പുഴ സ്വദേശികളാണ്. ഇതിൽ 1-ാം പ്രതിയാണ് സച്ചിൻ, 2-ാം പ്രതിയാണ് ബിച്ചു. അപ്പോൾ ഈ സച്ചിനെതിരെ നേരത്തെയും കേസുകളുണ്ട്. ഒരു ബോംബേർ കേസിലടക്കം ഇയാൾ ജയിൽ ശിക്ഷ അനുഭവിച്ചിട്ടുമുണ്ട്. മയക്കുമരുന്നടക്കം 11 കേസുകൾ ഇയാൾക്കെതിരെ ഉണ്ട്. അങ്ങനെ ആലപ്പുഴ പോലീസ് ഇയാളെ കാപ്പ ചുമത്തി നാടുകടത്താൻ ശ്രമിക്കുന്നതിനിടെയാണ് ഇവിടെ കൊച്ചിയിലെത്തി ഇത്തരത്തിലൊരു സംഘർഷാവസ്ഥ ഇവർ സൃഷ്ടിച്ചത്. ഇപ്പോൾ ഈ CCTV ദൃശ്യങ്ങൾ ലഭിച്ചത് പോലീസിന് കുറെ കൂടി ഉപകാരമായി. ഉടൻ തന്നെ ഇവർ പ്രതികളെ പിടികൂടിയിട്ടുണ്ട്. കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തിട്ടുമുണ്ട്. ദിവിഷ്, ശരി, വേഗത്തിൽ പുറത്തിറങ്ങാതിരിക്കട്ടെ എന്നേ പറയാൻ കഴിയൂ. ഇതൊക്കെ ഇത്തരം കേസുകളിലൊക്കെ ഉള്ളവർ കുറച്ച് മാസം കിടക്കും, വീണ്ടും പുറത്തിറങ്ങും, വീണ്ടും ഇതൊക്കെ ആവർത്തിക്കുന്ന സ്ഥിതിയാണ്. കാരണം ഇത്രയേറെ കേസുകളുള്ള ആളാണ് അയാൾ. ഇതിൽ നിന്നൊക്കെ പിൻവാങ്ങാൻ തയ്യാറായിരുന്നെങ്കിൽ ഇങ്ങനത്തെ അക്രമമൊന്നും കാണിക്കില്ലല്ലോ. അപ്പോൾ ഇതാണ് വെറുതെ മര്യാദയ്ക്ക് ജീവിച്ചു വന്നവരുടെ ജീവിതം ദുരിതപൂർണ്ണമാക്കാൻ വേണ്ടി കുറേ ആളുകൾ ഇങ്ങനെ ഉണ്ട്.